ഹായ്. അപ്പോൾ ഇന്ന് യോഗി റാം സൂരത് കുമാറിനെ പറ്റി സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബേസിക്കലി ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തയ്യാറായതിൻ്റെ ഒരു കാരണം ഞാനിപ്പോൾ ലൈവ് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കേരളത്തിലൊരു ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ഇദ്ദേഹത്തെ അറിയില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പറ്റി പറയാമെന്ന് ഞാൻ വിചാരിച്ചത്. നമുക്ക് ഈ തിരുവണ്ണാമലയിൽ തന്നെ ഏറ്റവും ഫേമസായ ആശ്രമങ്ങളിൽ ഒന്ന് രമണാശ്രമമാണ്. മോസ്റ്റ് പ്രോബബ്ലി ഏറ്റവും ഫേമസ് അതായിരിക്കാം. പക്ഷേ അവിടെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഏറ്റവും ഫേമസായ ഒരു ആശ്രമം എന്ന് പറയുന്നത് യോഗി റാം സൂരത് കുമാറിൻ്റെതാണ്. അദ്ദേഹം ഒരു നോർത്ത് ഇന്ത്യക്കാരനാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും പണ്ട് കാലം മുതലേ ഒരു പറച്ചിലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആത്മീയമായി ഉയരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മോക്ഷത്തിന് വേണ്ടിയുള്ള യാത്രയൊക്കെ നടത്തുമ്പോൾ ആ യാത്ര എപ്പോഴും കാശിയിലോട്ടാണ് എല്ലാവരും നടത്തുന്നത്. പക്ഷേ ഇദ്ദേഹം നേരെ തിരിച്ചത് നടത്തിയ ആളാണ്. ഇദ്ദേഹം കാശിയുടെ അടുത്തൊരു ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. അവിടെ നിന്ന് അദ്ദേഹം നേരെ തിരുവണ്ണാമലയിലേക്ക് ഇങ്ങനെ താഴോട്ട് ഇന്ത്യയുടെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് യാത്ര ചെയ്ത് തിരുവണ്ണാമലയിൽ വരികയും അവിടെ വച്ച് ജ്ഞാനം നേടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു ഭൂരിഭാഗ സമയം അവിടെ ചിലവഴിച്ച് അവിടെ വെച്ച് സമാധിയായി എന്ന് വിശ്വസിക്കപ്പെടുന്ന വ്യക്തിയാണ് യോഗി റാം സൂരത് കുമാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കഥയാണ്. ആക്ച്വലി ഒരു സാധാരണക്കാരന് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കഥയാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ കാശിക്ക് അടുത്തൊരു ഇന്നത്തെ യു പി കാശിക്ക് അടുത്തൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1918 അദ്ദേഹം ജനിക്കുന്നത്. ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് 2001 ഞാനൊക്കെ ജനിച്ചതിന് ശേഷമാണ് അദ്ദേഹം സമാധിയാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 82 വയസ്സുണ്ട്. അപ്പോൾ യു പിയിൽ ജനിച്ചൊരു സാധാരണ കുട്ടിയുടെ ജീവിതമാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഓർമ്മ വെച്ചാൽ അദ്ദേഹത്തിന് 12 വയസ്സുള്ള സമയത്ത് ഒരു ദിവസം അമ്മയെ സഹായിക്കാൻ വേണ്ടി അവിടെയുള്ള കിണറ്റിൽ നിന്ന് അദ്ദേഹം വെള്ളം കോരിക്കൊണ്ടുവന്നപ്പോൾ തൊട്ടടുത്തൊരു കിളി ഇരുന്നിങ്ങനെ വാലൊക്കെ ആട്ടി എന്തൊക്കെ ചേഷ്ടകളൊക്കെ കാണിച്ചിരുന്നതായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ട് അദ്ദേഹത്തിന് ഇതിനൊന്ന് ഓടിച്ചു വിടാം, ഡിസ്റ്റർബൻസ് അല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു കല്ലെടുത്ത് എറിഞ്ഞു. അത് കറക്റ്റ് ആ കിളിക്ക് കൊള്ളുകയും ആ കിളി വീണ് മരണപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വലിയ മുറിവുണ്ടാക്കി. അത് കാരണം അദ്ദേഹം എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്നൊക്കെ അന്വേഷിച്ച് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നാട് വിട്ടു പോയെന്നാണ് പറയുന്നത്. നാട് വിട്ടെന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് ദൂരേക്കൊന്നും പോയില്ല. അദ്ദേഹം അവിടെ യു പിയിലെ പല ഭാഗത്തും വാരണാസിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നാൾ അലഞ്ഞു തിരിഞ്ഞ് കടന്ന് വീട്ടിലൊന്നും പോവാതെ കുറച്ച് നാൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരൻസിനെ ഓർത്ത് വിഷമം തോന്നി. അതായത് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ എന്നെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാവുമെന്ന് തോന്നി അദ്ദേഹം തിരിച്ച് വീട്ടിൽ പോയി. അവർക്ക് വലിയ സന്തോഷമുണ്ടായി. അദ്ദേഹം കുറച്ച് നാൾ വീണ്ടും അവരോട് സ്പെൻഡ് ചെയ്ത് അദ്ദേഹം സ്കൂളിലൊക്കെ പഠിക്കാൻ വേണ്ടി അദ്ദേഹം പിന്നെ എഡ്യൂക്കേഷനൊക്കെ കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹം സ്കൂളിലൊക്കെ പഠിച്ച് പാസ്സായി. പിന്നീട് അദ്ദേഹം ഒരു ജോലിക്ക് കയറി. ഈ ജോലിക്ക് കയറി ആ ഒരു കാലം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ആത്മീയ അന്വേഷണത്തിനൊരു പ്രശ്നം ഇതൊരിക്കൽ തുടങ്ങിയാൽ പിന്നെ തീരില്ല. അവർ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എവിടേക്കൊക്കെ പോയാലും നമ്മൾ ആരൊക്കെയായി മാറിയാലും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ അന്വേഷണം എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ശ്രീ അറോബിന്ദോയെ പറ്റി കേൾക്കുന്നത്. അദ്ദേഹം എനിക്കൊന്ന് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹം. പിന്നീട് അതൊക്കെ വിട്ട് ഒരു ആത്മീയ ഗുരുവായി മാറി. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ യാത്രയുടെ ഭാഗമായിട്ട് അദ്ദേഹം പിന്നീട് പോണ്ടിച്ചേരിയിൽ നിന്ന് ഓറോബില്ല എന്ന് അറിയപ്പെടുന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രമമായിട്ട് തുടങ്ങിയതാണ്. പിന്നീട് അത് വളർന്നൊരു കമ്മ്യൂണിറ്റിയൊക്കെ ആയി. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യയാണ് ആ രീതിയിൽ മാറ്റിയിട്ടുള്ളത്. എനിവേ അദ്ദേഹം ഓറോബിന്ദോയെ കാണാൻ വേണ്ടി അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നു. ഓറോബിന്ദോയെ കണ്ടപ്പോഴത്തേ അദ്ദേഹത്തിനൊരു വല്ലാത്തൊരു അനുഭവം ഉണ്ടായെന്നൊക്കെയാണ് പറയുന്നത്. ആ അനുഭവത്തിന് ശേഷം അദ്ദേഹത്തിന് അന്വേഷണം അവസാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം ആ ആശ്രമത്തിൽ വെച്ച് ഒരാൾ പറയുന്നത് കേട്ടു, ഇവിടെ രമണ മഹർഷി എന്നൊരാളുണ്ട്, ഇവിടെ അടുത്ത് തിരുവണ്ണാമലയിലുണ്ട്, പോയി കാണുമെന്ന് ആ ഒരു പരിചയക്കാരൻ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം അവിടേക്ക് പോയി. രമണ മഹർഷിയെ കണ്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് അവിടെ നിന്ന് തന്നെ വെച്ച് കേട്ടിട്ട് രമണ മഹർഷിയുടെ അടുത്തുനിന്ന് തന്നെ ജ്ഞാനം നേടിയതായി പറയപ്പെടുന്ന രാംദാസിനെ പറ്റി കേൾക്കുകയുണ്ടായി. മലയാളിയായ നമ്മുടെ കാഞ്ഞങ്ങാട് ആശ്രമമുള്ള രാംദാസിനെ പറ്റി കേൾക്കുകയുണ്ടായി. അദ്ദേഹം തിരിച്ച് രാംദാസിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ഇവിടെ കാഞ്ഞങ്ങാട് വന്ന് കാണുകയും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഓരോ പടികളായിരുന്നു. അദ്ദേഹത്തിന് വലിയ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനൊന്നും ഇതൊന്നും കൊണ്ട് സംഭവിച്ചില്ല. ഇത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും തിരിച്ച് യു പിയിലേക്ക് പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ നമ്മളെ ഉള്ളിലുള്ള അന്വേഷണം അതൊരിക്കലും അവസാനിക്കില്ല. അപ്പോൾ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പോയെങ്കിൽ അദ്ദേഹത്തിന് എല്ലാം ഓക്കെ ആവാത്തതുകൊണ്ട് അദ്ദേഹം വീണ്ടും യാത്ര ചെയ്ത് പോണ്ടിച്ചേരിയിലേക്ക് വന്നു. അറോബിന്ദോയെ വീണ്ടും കാണുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും രമണാശ്രമത്തിലേക്ക് പോയി. പക്ഷേ രമണാശ്രമത്തിൽ ഇത്തവണ പോയപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിനൊരു വലിയൊരു ഒരു ആത്മീയ അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ ആ അനുഭവം കൊണ്ട് അദ്ദേഹം പൂർണ്ണമായ ജ്ഞാനത്തിൻ്റെ അടുത്തൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും കുറച്ച് നാളൊക്കെ ഇങ്ങനെ ആത്മീയ യാത്രകളൊക്കെ ആയിട്ട് നടന്നിട്ടെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഇതിനൊരു അവസാനം എവിടെയാണ്, എനിക്ക് എത്താനുള്ള സ്ഥലത്ത് ഞാൻ എത്താത്തെന്നൊരു കൺഫ്യൂഷനിലാണ് അദ്ദേഹം പിന്നെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഓറോബിന്ദോയും സമാധിയായി, രമണ മഹർഷിയും സമാധിയായി. ഏകദേശം ഒരു ചെറിയ ടൈം സ്പാൻ്റെ വ്യത്യാസത്തിലാണ് ഇവർ രണ്ടുപേരും സമാധിയാവുന്നത്. അപ്പോൾ അദ്ദേഹം ഇനി എന്ത് ചെയ്യണം, ഞാൻ എങ്ങോട്ട് പോകണം? അദ്ദേഹം പ്രൈമായിട്ട് കണ്ടുവന്ന 2 ഗുരുക്കന്മാരും മൺമറഞ്ഞു പോയി. അപ്പോൾ പിന്നെ ശരീരമായിട്ട് അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന അദ്ദേഹം മൂന്നാമത് ഗുരുവായി കണ്ടിരുന്ന
ഈ കാഞ്ഞങ്ങാടുള്ള നമ്മുടെ മലയാളി കൂടിയായ രാംദാസ് അദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. സോ അദ്ദേഹം നേരെ രാംദാസിൻ്റെ അടുത്തേക്ക് വന്നതാണ്. വേറെ പോകാൻ അദ്ദേഹത്തിന് സ്ഥലമൊന്നുമില്ല. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാവാത്തൊരു അനുഭവം അവിടെ വെച്ച് ഉണ്ടായെന്നാണ് പറയുന്നത്. ഒരു സ്പിരിച്വൽ ട്രാൻസെൻഡൻസ്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ രാംദാസ് നമ്മുടെ രാമായണത്തിലൊരു മന്ത്രം, രാമനെ പുകഴ്ത്തുന്നു, ജയ ജയ രാമ എന്ന് പറയുന്നൊരു മന്ത്രം ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുത്തുന്നു. ആ മന്ത്രം പിന്നീട് അദ്ദേഹം കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മലയിലിരുന്ന് ഇങ്ങനെ ലക്ഷക്കണക്കിന് തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനൽ ട്രാൻസെൻഡൻസിന് കാരണമായി. അത് കാരണം അദ്ദേഹത്തിന് ജ്ഞാനം ലഭിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹം പിന്നീട് മരിക്കുന്നത് വരെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കണ്ടിന്യൂസ്ലി രാമനാമം ജപിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ അദ്ദേഹം അത് വാഗൊണ്ട് ജപിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സൂക്ഷ്മമായ ഒരു സെൻസിറ്റിവിറ്റി ഉള്ള ഒരാൾക്ക് ഇത് കേൾക്കാൻ സാധിക്കും എന്നൊക്കെ കഥകളുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ പറ്റി കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവും എഴുത്തുകാരനും ഒക്കെ ആയ ഒരു തമിഴ്നാട്ടുകാരൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനുണ്ടായി. ഞാൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്നൊരു നടനായിരുന്നു മമ്മൂട്ടി. അപ്പോൾ മമ്മൂട്ടിയെ പറ്റി അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. കേരളത്തിലൊരു നടനായ മമ്മൂട്ടിയെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നൊരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനത് എൻജോയ് ചെയ്തു. അപ്പോൾ ഞാനത് എൻജോയ് ചെയ്തിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ സംസാര രീതി ഇഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ വേറൊരു ഇതുപോലൊരു ഇൻ്റർവ്യൂ പോലത്തെ ഒരു വീഡിയോ ഒരു യൂട്യൂബ് ചാനലിലാണ് ഞാൻ കണ്ടതെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് വേറൊരു വീഡിയോ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് യോഗരാം ശരത് കുമാറിനെ പറ്റിയാണ് ആ വീഡിയോ കിടന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം തമിഴ് മനസ്സിലാവുന്നത് കൊണ്ട് ഞാൻ ഈ തമിഴ് വീഡിയോസൊക്കെ ഇന്ന് കാണും. അപ്പോൾ ഞാനിത് ആ വീഡിയോയും കണ്ടു. അപ്പോൾ ആ വീഡിയോയിലാണ് ഞാൻ ആദ്യമായിട്ട് യോഗരാം ശരത് കുമാറിനെ പറ്റി കേൾക്കുന്നത്. ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്. എനിക്കൊന്ന് അപ്പോഴും ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും അദ്ദേഹം ഒരു ഏത്തിസ്റ്റ് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ തെറ്റായിരിക്കും. അദ്ദേഹം ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പോരാട്ടമൊക്കെ കടന്നു വന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് യോഗരാം ശരത് കുമാറുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദത്തെ പറ്റി പറയുകയാണ് ആ വീഡിയോയിൽ. എനിക്ക് വളരെ ഫാസിനേറ്റഡ് ആയിട്ട് തോന്നി. കാരണം ഇത്തരം സൂപ്പർസ്റ്റിഷൻസിലൊക്കെ ഒന്നും വിശ്വസിക്കാത്തൊരു വ്യക്തി ഒരാൾ ദൈവത്തിനെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത്. അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്ന ചില സംഭവങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ആദ്യം മകൾ മരണപ്പെട്ടു പോയി. അതിൻ്റെ വിഷമത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഭാര്യയുമായിട്ട് എന്നെ കാണാൻ വരുമെന്ന് അദ്ദേഹം പറയുകയും കാണാൻ വന്ന സമയത്ത് അദ്ദേഹം ഭാര്യയ്ക്ക് ഒരു പെണ്ണിൻ്റെ ഒരു പാവ ഗിഫ്റ്റ് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു വർഷത്തിനകത്ത് അവർക്ക് വീണ്ടും ഒരു കുഞ്ഞുണ്ടായപ്പോൾ ഇതിനോട് സൂപ്പർസ്റ്റിഷൻ ഉള്ളതെന്നും അദ്ദേഹം വിചാരിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ അദ്ദേഹത്തിന് എന്തോ ഈ പറയുന്ന പർട്ടിക്കുലർ വ്യക്തിയോടൊരു സ്നേഹം തോന്നാൻ സഹായിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം യോഗരാം ശരത് കുമാർ ഇപ്പോൾ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട് 10-20 വർഷം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിൽ ഒരു ദൈവവിശ്വാസി അല്ലെങ്കിൽ ഒരു ഭയങ്കര ഭക്തനല്ലാത്ത ഒരാളിൽ പോലും ഇദ്ദേഹത്തിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ ഇദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ലാതെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് പിന്നെ ഞാൻ ഇദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. അപ്പം ഞാനൊരു കാലഘട്ടത്തിൽ നല്ലപോലെ സിനിമ ഫോളോ ചെയ്യുന്ന ആളായിരുന്നു. ഇപ്പോഴും അത്യാവശ്യം ഫോളോ ചെയ്യും. അപ്പോൾ അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പുതുപ്പേട്ട എന്ന് പറയുന്ന ധനുഷിൻ്റെ സിനിമ. വളരെ മനോഹരമായ സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഒരുപാട് വയലൻസൊക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ എഴുത്തുകാരൻ ബാലകുമാരൻ എന്ന് പറയുന്ന തമിഴിലെ ഫേമസ് റൈറ്റർ. അദ്ദേഹം ഒരു പഴയ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളൊക്കെ നടത്തി. അദ്ദേഹത്തിൻ്റെ വരി പല്ലൊന്നും അദ്ദേഹത്തിനില്ല. പല്ലൊക്കെ ഫുള്ളും പോലീസുകാരെന്ന് അടിച്ചിളക്കിയതാണ് തമിഴ്നാട്ടിൽ വെച്ച്. ഫുള്ള് വൈപ്പ് പല്ലാണ്. അദ്ദേഹം ഈ പുതുപ്പേട്ട എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം പിന്നീട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ എനിക്ക് കണക്ട് ചെയ്തത് പിന്നീടാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. പിന്നീട് എനിക്ക് മനസ്സിലായി അദ്ദേഹം 2004 അന്ന് ഓൾമോസ്റ്റ് ഇൻഡസ്ട്രി ഹിറ്റ് വരെ ആയ തമിഴ്നാട്ടിലായ ആ സിനിമ അത്രയും വലിയ ഹിറ്റായ സിനിമയ്ക്ക് ശേഷം പിന്നീട് ഒരു സിനിമ പോലും എഴുതിയിട്ടില്ല. അദ്ദേഹത്തിന് വമ്പൻ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം എഴുതിയതെല്ലാം ഒരാളെ പറ്റിയാണ്. അതായത് ഈ യോഗി റാം സുരത് കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. കഥകളും എല്ലാം. അപ്പോൾ അതും എനിക്കൊരു വളരെ ഫാസിനേഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് പിന്നീട് എനിക്ക് മനസ്സിലാക്കുകയുണ്ടായി, ഞാൻ പറഞ്ഞ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തി, ഈ തമിഴ്നാട്ടിലെ ഈ ആക്ടിവിസ്റ്റ് എഴുത്തുകാരൻ, അദ്ദേഹം ഈ ബാലകുമാരൻ അദ്ദേഹമാണ് യോഗരാം ശരത് കുമാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തിയെന്ന് അദ്ദേഹം ആ വീഡിയോയിൽ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാ എഴുത്തുകാരനെ പറ്റിയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ പറയുന്ന പർട്ടിക്കുലർ ഗുരു, അതായത് യോഗരാം ശരത് കുമാറിനെ കണ്ട നിമിഷം മുതൽ, ബാലകുമാരൻ്റെ കാര്യമാണ് പറയുന്നത്, കണ്ടപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു അന്ന് അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ. അപ്പോൾ ഇദ്ദേഹത്തെ വീടിനുള്ളിലേക്ക് കയറാൻ സമ്മതിച്ചില്ല. ഇദ്ദേഹം ആ വീടിൻ്റെ മുഖണ്ടിൽ കിടന്ന് വല്ലാതെ പൊട്ടിക്കരഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹത്തെ കണ്ട മൊമെൻ്റ് തൊട്ട് എന്തോ ഒരു അനുഭവം സാധിച്ചു. അതിനുശേഷം ഇദ്ദേഹത്തിന് വലിയ ഭക്തനായി മാറി. പിന്നീട് അദ്ദേഹത്തിൻ്റെ രൂപവും ഏകദേശം യോഗരാം ശരത് കുമാറിനെ പോലെ അതേപോലെ താടിയും മുടിയൊക്കെ വളർത്തി ആ ഒരു രൂപമൊക്കെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഈ
2018 ബാലകുമാരൻ മരിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിന് ഒരു 2 വർഷം മുമ്പ് അദ്ദേഹം ഒരു വീഡിയോ പുറത്തു വിട്ടു. എന്നെ വളരെ ഫാസിനേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. 1993 എടുത്ത ഒരു പർട്ടിക്കുലർ വീഡിയോ ആണത്. അപ്പോൾ അന്ന് സിനിമയിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഒരു വീഡിയോ ക്യാമറയൊക്കെ അന്ന് ഉണ്ടാവുക, ഒരു മിനിമലിസ്റ്റിക് പോയിന്റിൽ പോയി ഷൂട്ട് ചെയ്യാമെന്ന് 93 ചെയ്യാമെന്ന് പറഞ്ഞൊരു ചില്ലറ കാര്യമൊന്നുമില്ല. അതൊക്കെ അന്ന് അഫോർഡ് ചെയ്യാൻ അത്രയും പണമുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അന്ന് എടുത്തൊരു വീഡിയോ അദ്ദേഹം ജീവിതത്തിൽ അതിന് മുമ്പ് ഒരിക്കലും പുറത്ത് വിട്ടിട്ടില്ലാത്തൊരു വീഡിയോ. 2001 അദ്ദേഹത്തിൻ്റെ ഗുരുവായ യോഗരാം സുരത് കുമാർ മരണപ്പെട്ടിട്ട് പോലും അദ്ദേഹം ആരെയും കാണിക്കാതിരുന്നൊരു വീഡിയോ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ വഴി, എനിക്ക് ആശ്രമമായിട്ട്, ഈ യോഗരാം സുരത് കുമാർ ആശ്രമമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ വഴി പുറത്തു വിടുകയുണ്ടായി. ആ വീഡിയോ എന്നെ വല്ലാതെ ഫാസിനേറ്റ് ചെയ്തിരുന്നു. കാരണം ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം പറയാം. ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യോഗരാം സുരത് കുമാറിൻ്റെ അടുത്ത് ആദ്യമായി എത്തിയ ബാലകുമാരൻ അദ്ദേഹത്തിൽ വളരെ അട്രാക്റ്റഡ് ആവുകയും അദ്ദേഹത്തിന് എന്തോ പറയാനാവാത്തൊരു ആത്മാനുഭൂതി, ഇദ്ദേഹമാണ് എൻ്റെ ഗുരു എന്നൊരു തിരിച്ചറിവുണ്ടായ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായ കാര്യമാണ് പറഞ്ഞത്, തോട്ടുണ്ടായ കാര്യമല്ല ഞാൻ പറയുന്നത്. ആ ഇൻഡ്യൂഷനിൽ അദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് നാൾ നടക്കുന്നു, ഇദ്ദേഹത്തിന് ശിഷ്യനായി മാറിയെന്ന് തന്നെ പറയാം. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ബാലകുമാരൻ ഈ ഗുരുവിനോട് ചോദിക്കുകയുണ്ടായി, എനിക്ക് ദൈവത്തെ കാണിച്ചു തരുമോ എന്ന്. അപ്പോൾ ഇത് കേട്ട് യോഗരാം സുരത് കുമാർ ഞെട്ടിയെന്നാണ് പറയുന്നത്. അത് ചോദിച്ചു, ഒരുപാട് പേരെന്നോട് ഒരുപാട് ആവശ്യങ്ങൾ ചോദിക്കാറുണ്ട്, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം കേൾക്കുന്നത്, എനിക്കറിയില്ല, ഞാൻ ഈ പിച്ചക്കാരൻ ഇതിന് സാധിക്കുമെന്ന് അറിയില്ല, ഞാൻ ശ്രമിച്ചു നോക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ യോഗരാം സുരത് കുമാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം സ്വയം എപ്പോഴും ഒരു പിച്ചക്കാരനായിട്ടാണ് വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹം ഒരു കൈൻഡ് ഓഫ് ഒരു ഹിഡൻ ഗുരുവായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം വരെ ഏകദേശം. കാരണം അദ്ദേഹം അവിടെ ഇങ്ങനെ തെരുവിലൊക്കെ അലഞ്ഞു നടന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു പിച്ചക്കാരനായിട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും കണ്ടിരുന്നത്. അദ്ദേഹത്തിന് പിന്നെ പയ്യെ ഭക്തന്മാരെ കൂടി പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിലൊരു ആശ്രമമൊക്കെ വളർന്നു വലുതായി. അദ്ദേഹം അത്യാവശ്യം ഫേമസ് ആയി, ഒരു ഭയങ്കര ഔട്ട്റീച്ചിലേക്ക് ആളുകളോട് എത്തി തുടങ്ങിയപ്പോഴത്തേക്ക് അദ്ദേഹം സമാധിയായി. അപ്പോൾ അതിന് മുമ്പൊക്കെ അദ്ദേഹം ഇങ്ങനെ തെരുവിലും ബസ് സ്റ്റോപ്പിലൊക്കെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആളുകൾക്ക് ഗിഫ്റ്റായിട്ടൊരു ആപ്പിൾ എടുത്ത് കൊടുക്കും. അദ്ദേഹം ആര് വന്നാലും ആപ്പിൾ എടുത്ത് കൊടുക്കും. ഇതിന് മാത്രം ആപ്പിൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിനുള്ളിലുണ്ടോ എന്ന് പലരും സംശയിച്ചിട്ടൊക്കെ ഉണ്ടാവാം. എനിവേ, അപ്പോൾ ഈ ചോദ്യം കേട്ട ഇദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, ഈ പിച്ചക്കാരന് ഇങ്ങനെ ദൈവത്തെ കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ ശ്രമിച്ച് നോക്കാമെന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം ഒരു പ്രോസസ്സ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ആ വീഡിയോയിലെ. പ്രോസസ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഒരു അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് പോയെന്നും ആ സ്റ്റേറ്റിൽ അദ്ദേഹം ദൈവത്തെ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആ വീഡിയോ അവൈലബിൾ ആണ്. ആ വീഡിയോ ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ കാണാൻ സാധിക്കുന്നത് വളരെ എസ്റ്റാറ്റിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേറ്റിൽ, ഒരിക്കലും പറഞ്ഞറിയിക്കാനാവാത്ത ഏതോ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഈ ബാലകുമാരൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഒക്കെ പുറത്തു വിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പം ഈ വീഡിയോയ്ക്ക് ഒരു ഭയങ്കര ജെനുവിനിറ്റി ഉള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം കണ്ട ദൈവത്തെയാണോ, അദ്ദേഹം ഏതെങ്കിലും വേറൊരു കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് പോയതാണോ എന്നൊക്കെ ചോദിച്ചാൽ ഐ ഹാവ് നോ എക്സ്പ്ലനേഷൻ ഫോർ ഓൾ ദാറ്റ്. എനിക്കറിയില്ല, അത് അനുഭവിച്ച ആൾക്ക് മാത്രമേ. ഇറ്റ് ഇസ് ഓൾ എ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. പക്ഷേ ഈ ബാലകുമാരൻ അതിനുശേഷം ഈ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഈ പറയുന്ന പർട്ടിക്കുലർ വ്യക്തിക്ക് വേണ്ടി മാറ്റിവെക്കുകയുണ്ടായി. അദ്ദേഹം സമാധിയാവുന്നത് വരെ അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് എഴുതിയതൊക്കെ ഈ യോഗി സുരത് കുമാറിനെ പറ്റിയാണ്. അദ്ദേഹം ഇനി ജനിക്കാൻ പോകുന്നത് എവിടെയാണെന്നും അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ട കർമ്മം എന്താണെന്ന് പോലും അദ്ദേഹത്തിൻ്റെ ഗുരു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് പോയത് എന്ന് അദ്ദേഹം പറഞ്ഞു. പല പ്രസംഗങ്ങളിലൊക്കെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഇന്ന് ജീവിച്ചിരിക്കുന്ന രമണ മഹർഷി നേരിട്ട് കണ്ടിട്ടുള്ളവർ ഇന്ന് ജീവിച്ചിരിക്കുന്ന 1-2 പേരേ ഉള്ളൂ. അതിലൊരാളാണ് വി ഗണേശൻ, രമണ മഹർഷിയുടെ ഗ്രാൻഡ് നെഫ്യൂ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ്റെ മകനാണ്. അപ്പം രമണ മഹർഷിയുടെ കാലത്തെ അദ്ദേഹം ഉണ്ടായിരുന്നു. മകൻ്റെ മകനാണോ സഹോദരൻ്റെ മകനാണോ ആരോ. അപ്പോൾ അദ്ദേഹം മുതലേ ഇദ്ദേഹം ജീവിച്ചിരിക്കണം. അന്ന് രമണ മഹർഷി സമാധിയാകുമ്പോൾ അദ്ദേഹത്തിന് 10 വയസ്സെന്തേ ഉള്ളൂ. അപ്പോൾ ഈ വി ഗണേശൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു ജ്ഞാനിയായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹവും ഈ യോഗി സുരത് കുമാറിനെ ഒരു മഹാജ്ഞാനിയായാണ് കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്ഥിരമായി പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു വലിയ ക്രൈസിസ് ഉണ്ടായപ്പോൾ, അത് ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രൈസിസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് നാൾ ഇവിടെ നാട് വിട്ടൊക്കെ പോയി ദൂരെ താമസിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഈ വി ഗണേശൻ എന്ന് പറയുന്ന വ്യക്തിക്ക്. അദ്ദേഹത്തിനോട് പോകാൻ പറഞ്ഞതും അദ്ദേഹം അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് ഉപദേശിച്ച് അദ്ദേഹത്തിനെ പുറത്ത് കൊണ്ടുവന്നത് ഈ യോഗി സുരത് കുമാർ ആണെന്ന് വി ഗണേശൻ പറഞ്ഞും ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഐ ജെനുവൻലി ഫീൽ ഇദ്ദേഹം ഒരു മഹത്തായ ഗുരുവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു 3-4 വർഷം മുമ്പാണ് അദ്ദേഹം, അതിനുമുമ്പ് ഒരു വീട്ടിലാണ് താമസിച്ചത്. അതിനുമുമ്പ് അദ്ദേഹം തെരുവിലാണ് താമസിച്ചിരുന്നത്. പിന്നെ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നുണ്ടായി. പിന്നെ അവിടെ ഭക്തന്മാരുടെ തിരക്ക് കൂടിയപ്പോഴാണ് ഒരാശ്രമം വേണമെന്ന് അദ്ദേഹത്തിൻ്റെ ഡിവോട്ടീസൊക്കെ ആവശ്യപ്പെട്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു വലിയ ആശ്രമം ഉണ്ടാവുകയും ചെയ്തു.
ആ ആശ്രമത്തിലൊക്കെ ഇങ്ങനെ ഒരു സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് 3-4 ഇയേഴ്സ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം സമാധിയായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരൊക്കെ ആശ്രമം ഇപ്പോഴും നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ റീസെൻറ്റ് തിരുവണ്ണാമലയിൽ പോയപ്പോൾ അവിടെ പോയിരുന്നു. ഒരു ഭയങ്കര അൺഎക്സ്പ്ലെയിനബിൾ പീസ് ഉള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു ആംബിയൻസ് അങ്ങനെയാണ്. അത് ആംബിയൻസ് കൊണ്ട് സംഭവിക്കുന്നുണ്ടോ അതോ ആ ഗുരുവിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള നിങ്ങളുടെ പെർസ്പെക്റ്റീവാണ്. എനിവേ ഇതാണ് യോഗി രാം സുരത് കുമാറിൻ്റെ കഥ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് റാം സൂരത് കുൻവാർ എന്നാണ്. പിന്നീട് അദ്ദേഹത്തിന് ആളുകൾ ഇങ്ങനെ രാം സുരത് കുമാർ എന്ന് അദ്ദേഹം സ്വയം പറയുകയും അദ്ദേഹത്തിന് ആളുകൾ പിന്നീട് യോഗി ചേർത്ത് വിളിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ഒരു മഹായോഗിയായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു മന്ത്രം അദ്ദേഹം എപ്പോഴും ജപിച്ചുകൊണ്ട്, എല്ലാവരും ജപിക്കുക, അദ്ദേഹം ജപിക്കലേക്ക് യോഗി രാം സുരത് കുമാർ, യോഗി രാം സുരത് കുമാർ, യോഗി രാം സുരത് കുമാർ ജയ ഗുരുരായ എന്ന് പറയുന്നൊരു മന്ത്രം. ഈ മന്ത്രം കണ്ടിന്യൂസ്ലി ജപിക്കുന്നവർക്ക് വലിയ ഒരു അനുഭവം ഉണ്ടായതായിട്ട് ഒരുപാട് പേര് പറയുന്നു. അദ്ദേഹവും അത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും അത് പറയുമായിരുന്നു. കാരണം ഇപ്പം നിങ്ങൾ ആലോചിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ ഇരുന്ന് സ്വന്തം പേരിലുള്ള മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക, എന്തായി പറയണേന്ന്. ഇത് രമണ മഹർഷി ആക്ച്വലി ചെയ്തിട്ടുണ്ട്. ഇതിനോട് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ശരീരമല്ല, ദേ ആർ ലുക്കിംഗ് ഫോർവേഡ് ടു സംതിങ് എൽസ്. അവർ ഈ ശരീരവും ഈ ബോഡിയൊന്നും അവരാണെന്ന് അവർ വിചാരിക്കാത്തത് കൊണ്ടാണ് അവർക്കത് ചെയ്യാൻ സാധിക്കുന്നത്. എനിവേ ഐ ഹോപ്പ് യു എൻജോയ് ദ സ്റ്റോറി. താങ്ക് യു.